ഹലോ മക്കളെ, വെൽക്കം ടു റാൻസ്. ഇന്ന് നമ്മൾ പോളിനോമിൽ എന്ന ചാപ്റ്ററിലല്ലേ 2 മാർക്കിന് എന്തായാലും തീർച്ചയായും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? നേരെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. റൈറ്റ് ദ പോളിനോമിയൽ ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. ഈ ചോദ്യങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും അല്ലെ? മലയാളത്തിൽ എന്താണ് ചുവടെ കൊടുത്തിരിക്കുന്ന ബഹുപദങ്ങളെ 2 ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതാനാണ് ചോദ്യം അല്ലെ? ഒന്നാംകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതാനാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ 5 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് 5 ഇതേപോലെയല്ല ചോദിക്കാം. ഇത് ഏതെങ്കിലും ഒന്ന് നിങ്ങളോട് ചോദിക്കുള്ളൂ 2 മാർക്കിന് അല്ലെ? ഇത് ഒറ്റ സെറ്റാക്കി ചോദിക്കില്ല. ഇത് ഏതെങ്കിലും ഒന്ന് ഒരു 2 മാർക്കിന് എന്തായാലും എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. ഓക്കെ, നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഇത് ഓരോ പ്രാവശ്യം പബ്ലിക് എക്സാമിനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടോ ഇവിടെ. ഓക്കെ, റെഡി ആണ്? അങ്ങനെയാണെങ്കിൽ എ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്താലോ? എ ക്വസ്റ്റ്യൻ എന്താണ്? എ ക്വസ്റ്റ്യൻ x² - 1 ആണ് അല്ലെ? ഇതൊരു ഒറ്റ അടിക്ക് പരിപാടി ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോ, ഈ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞാൽ മതി. എന്താ അറിയോ മക്കളെ? നോക്കണേ, a² - b² അല്ലേ? a² - b² പറഞ്ഞ ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് പരിപാടി വയ്ക്കും. a² - b² = a + b × a - b. ഈ സാധനം അറിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ x² - 1 ഞാൻ a² - b² എന്ന ഫോമിലേക്ക് ആക്കി കഴിഞ്ഞാൽ എനിക്ക് നേരെ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാലോ. അതെങ്ങനെ ആക്കുക? a² - b² എന്ന ഫോമിലേക്ക് ആക്കാൻ എന്ത് ചെയ്താൽ മതി? x² - 1² എഴുതിയാ പോരെ? റെഡി അല്ലേ? 1 സ്ക്വയർ അല്ലേ 1. അപ്പൊ നേരെ അത് അപ്ലൈ ചെയ്യട്ടെ. അങ്ങനെ a² - b² ഞാൻ എങ്ങനെ എഴുതാ? a + b × a - b അല്ലേ? അങ്ങനെയാണെങ്കിൽ x² - 1² എനിക്ക് എങ്ങനെ എഴുതാ? എന്ത് ചെയ്താ? x + 1 × x - 1. അത്രയേ ഉള്ളൂ. ഓക്കെ, റെഡി? അങ്ങനെയാണെങ്കിൽ ബി ക്വസ്റ്റ്യൻ എന്താടാ? ബി ക്വസ്റ്റ്യൻ ഇനി നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ അല്ലെ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ. എന്താണ്? x² - 4 അല്ലേ? x² - 4 ഞാൻ എന്താക്കണം? എന്ത് ഫോമിലേക്ക് ആക്കണം? a² - b² എന്ന ഫോമിലേക്ക് ആക്കണം. അതെങ്ങനെയാണ് ആക്കുക? x² - 2². റെഡി അല്ലേ? അപ്പൊ എന്ത് വരും? നേരെ x + 2 × x - 2. ഓക്കെ, സെറ്റ്, റെഡി. അങ്ങനെയാണെങ്കിൽ ബി അല്ല സി അല്ലേ? സി ക്വസ്റ്റ്യൻ അയ്യൻ്റെടാ, സെയിം ക്വസ്റ്റ്യൻ ആണല്ലോ. എന്താണ്? x² - 9 അല്ലേ? ഇതൊക്കെ ഓരോ പ്രാവശ്യം മോഡലിനും പബ്ലിക്കിനൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. എന്ത് വരും? x² - 9 എന്താ കേട്ടാ? 3² അല്ലേ? 3². അപ്പൊ ആൻസർ എന്ത് വരാടാ? x + 3 × x - 3 ഈസ് ദ ആൻസർ. ഓക്കെ, റെഡി. ഇനി എന്താടാ? ഇനി സി കഴിഞ്ഞാൽ എന്താണ്? ഡി ക്വസ്റ്റ്യൻ അല്ലേ? ഡി ക്വസ്റ്റ്യൻ നോക്ക്. x² - 2 കുടുങ്ങി. എന്ത് കാട്ടും? ഇവിടെയൊക്കെ പെർഫെക്റ്റ് സ്ക്വയർ വന്നില്ലേ? ഇവിടെ 1² എഴുതി, ഇവിടെ 4² എഴുതി, ഇവിടെ 3² എഴുതി. ഇവിടെ ഞാൻ എന്ത് ചെയ്യും? പറയൂ. എന്താണ്? x² - 2 എന്നാണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യും? കുടുങ്ങി. എന്ത് ചെയ്താൽ മതി? നോക്കിക്കോ. ഞാൻ ഇങ്ങനെയാ ചെയ്യാൻ പോകുന്നത്. x² - √2² എന്ന് എഴുതിയാ പോരടാ. √2ന്റെ സ്ക്വയർ അല്ലേ 2? √2ന്റെ സ്ക്വയർ ആണ് എന്ത്? 2. കാരണം റൂട്ടിന്റെ മേലെ സ്ക്വയർ വന്നു കഴിഞ്ഞാൽ എന്താവും? ആ റൂട്ട് അങ്ങോട്ട് പോയിപ്പോലെ. അപ്പൊ എന്ത് വരും? x² - √2² എന്ന് പറഞ്ഞാൽ എന്താണ്? നേരെ അങ്ങോട്ട് എഴുതിയാൽ മതി. നേരെ ചാമ്പിക്കോ. എന്താണ്? x + √2 × x - √2. റെഡിയാണ്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ അല്ലേ? ഈ ക്വസ്റ്റ്യൻ എന്താണ്? x² - 1/4 അല്ലേ? അതും നമുക്കൊരു ചെറിയ പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ? x² - 1/4. ഇതിനെന്താ കാട്ടാ? ഇത് ഈ ഫോമിലേക്ക് ആക്കണ്ടേ? ഈ ഫോമിലേക്ക് ആക്കി കഴിഞ്ഞാൽ എനിക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതെന്ത് ചെയ്താൽ മതി? നോക്കിക്കോ. x² - 1/2² എന്ന് എഴുതി കഴിഞ്ഞാൽ പരിപാടി സെറ്റ്. നേരെ കൊടുത്താ പോരെ. എന്ത് വരുവാടാ? x + 1/2 × x - 1/2 എന്ന എഴുതിയാ പോരെ. റെഡി മക്കളെ? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സാമിന് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാനാണ്? ആദ്യം ഇക്വേഷനായിട്ട് എഴുതിക്കോ. നിങ്ങൾ ഒറ്റ സ്റ്റെപ്പിനിട്ട് നേരെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ 2 മാർക്ക് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഷുവറായിട്ട് കിട്ടും. ഇതിൽ ഏതെങ്കിലും ഒരു ടൈപ്പാണ് ചോദിക്കുക. ഓക്കെ, റെഡി ആണല്ലോ? നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, റെഡിയാടാ.